അരൂർ സഹകരണ ബാങ്കിൽ ക്രമക്കേട് നടന്നുവെന്ന മുൻ പ്രസിഡന്റ് പൊൻതാമരപിള്ളയുടെ ആരോപണം തള്ളി സിപിഎം അടൂർ ഏരിയ സെക്രട്ടറി എസ് മനോജ് താൽക്കാലിക ജീവനക്കാരെ ബോർഡ് അറിയാതെ നിയമിച്ചു. അതേ തുടർന്നുള്ള തർക്കം മാത്രമാണ് അടൂർ ബാങ്കിൽ നടന്നത്. ഒരു അഴിമതിയും ബാങ്കിൽ നടന്നിട്ടില്ല എന്ന് മനോജ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. വസ്തുതാവിരുദ്ധമാണ്. അവിടെ ക്രമക്കേടും പണാപഹരണവും ഉണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. ആരോപണമായി വന്നത് ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് തന്നെയാണ്. അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് അവിടെ അങ്ങനെ ഒരു ആരോപണമായി വരുന്നത്. അവിടെ ഒരു താൽക്കാലിക ജീവനക്കാരിയുണ്ട്. ആ ജീവനക്കാരിയുടെ നിയമനം, അവർക്ക് ശമ്പളം കൊടുക്കുന്നതും അവരെ ആ ജോലിക്ക് എൻഗേജ് ചെയ്യിക്കുന്നതും ശരിയല്ല എന്ന് സഹകരണ വകുപ്പ് രേഖാമൂലം ബാങ്കിനോട് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡയറക്ട് ബോർഡ് ചേർന്നിട്ട് അവരെ ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ച ശേഷവും ആ ജീവനക്കാരി ഇവിടെ ജോലിക്ക് വരുന്ന നിലയുണ്ടായി. അങ്ങനെ നിലയുണ്ടായതുകൊണ്ടാണ് തർക്കത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി വന്നത്. വിഷ്ണു വി എസ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. വിഷ്ണു, ഇതാദ്യമാണ് ഈ ആരോപണം പുറത്തു വന്നതിന് ശേഷം സിപിഎമ്മിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇവർ പറയുന്നത്? CPM ഭരിക്കുന്ന അടൂർ സർവീസ് സഹകരണ ബാങ്കിൽ വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായി എന്നാരോപിച്ച് ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് പൊൻ താമരപ്പിള്ള രംഗത്തെത്തിയിരുന്നു. 75 ലക്ഷം രൂപയോളം വരുന്ന ക്രമക്കേടുകളാണ് ബാങ്കിൽ നടന്നത് എന്നായിരുന്നു പൊൻ താമരപ്പിള്ള ആരോപിച്ചത്. ഈ ആരോപണം വലിയ തരത്തിൽ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. പ്രത്യേകിച്ച് ഒരു നിയമസഭാ ഇലക്ഷനെ നേരിടുന്ന സാഹചര്യത്തിൽ വലിയ തോതിൽ തന്നെയാണ് പാർട്ടിക്ക് ഉണ്ടാക്കിയത്. വലിയ തരത്തിൽ തന്നെ ഈ പ്രശ്നം പാർട്ടിക്ക് ജില്ലയിൽ ഉണ്ടാക്കി. കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉൾപ്പെടെ ബാങ്കിലേക്ക് ഉണ്ടായിരുന്നു. മുൻ MLA-യും CPM-ന്റെ മുതിർന്ന നേതാവുമായിരുന്ന R. ഉണ്ണികൃഷ്ണന്റെ ഭാര്യ കൂടിയാണ് പൊൻതാമരപ്പിള്ള. അതുകൊണ്ട് വലിയ രാഷ്ട്രീയ ചർച്ച തന്നെയായിരുന്നു ഈ ആരോപണം. പക്ഷേ ഈ ആരോപണത്തെ തള്ളിക്കൊണ്ടാണ് അടൂർ CPM-ന്റെ ഏരിയ സെക്രട്ടറി എസ് മനോജ് രംഗത്തെത്തിയിരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള ക്രമക്കേടുകളും ബാങ്കിൽ ഉണ്ടായിട്ടില്ല. വലിയ തരത്തിലുള്ള നിക്ഷേപങ്ങളൊന്നുമുള്ള ബാങ്കല്ല അടൂർ ബാങ്കിൽ. സാധാ തരത്തിൽ തന്നെ മുൻപോട്ട് പോകുന്ന ഒരു ബാങ്കാണ്. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ക്രമക്കേടുകളും ബാങ്കിൽ ഉണ്ടായിട്ടില്ല. ഈ പ്രസിഡന്റുമായി ബോർഡിന് പലതരത്തിലുള്ള തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങൾ മൂലമുള്ള ആരോപണങ്ങൾ മാത്രമാണ് ഇപ്പോൾ പൊൻതാമരപ്പിള്ള ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് CPM-ന്റെ ഏരിയ സെക്രട്ടറി എസ് മനോജ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു കരാർ ജീവനക്കാരിയെ ഒരു ബോർഡും പാർട്ടിയും അറിയാതെ ബാങ്കിൽ നിയമിച്ചു. ഇത് കാരണം വലിയ തരത്തിലുള്ള തർക്കം ബോർഡും ഈ പറയുന്ന പ്രസിഡന്റുമായിട്ടും ഉണ്ടായി. ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വൈരാഗ്യമാണ് പൊൻതാമരപ്പിള്ള തീർക്കുന്നത്. അതല്ലാതെ യാതൊരു വിധത്തിലുള്ള ക്രമക്കേടുകളും അടൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഉണ്ടായിട്ടില്ല. പാർട്ടി ഇത്തരത്തിലും യാതൊരു വിധത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായിട്ടില്ല. 75 ലക്ഷത്തോളം രൂപ വരുന്ന ക്രമക്കേടുകൾ ബാങ്കിൽ ഉണ്ടായെന്നായിരുന്നു പൊൻതാമരപ്പിള്ളയുടെ ആരോപണം. ആ ആരോപണത്തെ എല്ലാമാണ് അടൂർ ഏരിയ സെക്രട്ടറി തള്ളിയിരിക്കുന്നത്. ഏതായാലും പൊൻതാമരപ്പിള്ളയുടെ എല്ലാ ആരോപണങ്ങളെയും പാർട്ടി തള്ളിയിരിക്കുന്നു. കരാർ ജീവനക്കാരിയെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള ആരോപണം പൊൻതാമരപ്പിള്ള മുൻപോട്ട് വെക്കുന്നത്. ഇതിൽ മുൻ MLA മുതിർന്ന നേതാവുമായ R. ഉണ്ണികൃഷ്ണന് പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ഈ പറയുന്ന വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലുള്ള ആരോപണം മാത്രമാണ് പൊൻതാമരപ്പിള്ളയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് അടൂർ ഏരിയ സെക്രട്ടറി വ്യക്തമാക്കുന്നത്. ശരി, ഏതായാലും അവിടെ അഴിമതിയൊന്നും നടന്നിട്ടില്ല. ഇത് ചെറിയൊരു തർക്കത്തിലുണ്ടായ പ്രശ്നമാണ് എന്നാണ് വിശദീകരണം CPM-ന്റെ.